Hello friends, welcome to 𝙑𝙤𝙚 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആമസോൺ പേ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 1 month ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആവുക, അങ്ങനെ കുറച്ച് ഇപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ഇല്ല കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ആവുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഓഫറിൽ കൂടെ പേ ചെയ്യാം. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ബില്ല് നമുക്ക് നമ്മുടെ iMobile ആപ്പിൽ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി ആപ്പിൽ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ആമസോണിൽ കൂടെ ചെയ്യാം. അപ്പോൾ ഇതിൽ ആക്ച്വലി ഏത് കൂടെ ചെയ്യുന്നതാണ് നമുക്ക് ശരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ ആമസോൺ ICICI കാർഡ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബില്ല് ഏത് കൂടെ അടിച്ചാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കൊടുത്തിട്ടൊക്കെ നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയെന്ന് ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണം, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് പോയാൽ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കാർഡ് ഇതാണ്, നമ്മുടെ ആമസോൺ പേൻ്റെ കാർഡ് ഇതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഡീറ്റെയിൽസ് ആയതുകൊണ്ടേ ഇങ്ങനെ കുറച്ച് ഇഷ്യൂ ഉണ്ട് ഇതിന്. നമ്മളെല്ലാം കവർ ചെയ്തിട്ട് കാണിച്ചിരിക്കുക വേണം. ഇതാണ് നമ്മുടെ കാർഡ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വേറെ ആമസോണിൻ്റെ ICICI കാർഡിൻ്റെ നോർമൽ എക്സ്പ്രഷൻ കാർഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണിത്. എല്ലാത്തിൻ്റെയും കുഴപ്പമാണ്, എല്ലാം കവർ ചെയ്ത് പിടിക്കണം. എന്താ കേട്ടോ, ആമസോണിൻ്റെ എക്സ്പ്രഷൻ കാർഡാണ്. നമ്മളിത് ഒരു ഡോഗിൻ്റെ പടമൊക്കെ നമുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ എക്സ്പ്രഷൻ കാർഡിൽ നമുക്ക് പേഴ്സണലൈസ് പടം കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തൊരു പടമായിരുന്നു, ഇത് ഡോഗിൻ്റെ ഒരു പടമായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ എന്താ പറയുക നമുക്ക് ഇത് നമ്മുടെ നോർമൽ എല്ലാ ക്രെഡിറ്റ് കാർഡും ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും പുതിയ RBIയുടെ റൂൾ പ്രകാരം നമുക്ക് 6 മാസത്തിൽ ഒരിക്കൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സ്ട്രാ ഡേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ എക്സ്പ്രഷൻ കാർഡിൽ ഞാൻ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നമ്മുടെ ICICI കാർഡിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബില്ലിംഗ് സൈക്കിൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയത് നമ്മൾ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് രണ്ടിലും സെയിം ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ICICI ബാങ്ക് കാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പേ ICICI കാർഡ് ഉണ്ടെങ്കിലും എല്ലാത്തിലും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളത് വേറെ വീഡിയോയിൽ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ ലേറ്റ് ആക്കാണ് നമ്മുടെ ആപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈലിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ആമസോൺ ICICI കാർഡിൻ്റെ തന്നെ iMobile ആപ്പ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വെച്ച് ലോഗിൻ ചെയ്യാൻ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ആക്ച്വലി നമ്മുടെ ബിൽ ജനറേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് 12-ാം തീയതിയാണ് നമ്മുടെ ആമസോൺ ICICI കാർഡിൻ്റെ. അപ്പോൾ ICICI ബാങ്കിൻ്റെ ഡീറ്റെയിൽസിൽ പറഞ്ഞു നമുക്ക് 12-ാം തീയതിയാണ് ബിൽ ജനറേഷൻ ഡേറ്റ് ആണെങ്കിൽ ബിൽ ജനറേറ്റ് ആവുന്നത് ശരിക്കും 13-ാം തീയതി ഒരു കാലത്തൊക്കെ ആയിരിക്കും കിട്ടുക. അതായത് പ്രത്യേകിച്ച് അത് വർക്കിംഗ് ഡേ അല്ലെങ്കിൽ അടുത്ത ദിവസം വർക്കിംഗ് ഡേ ആണെങ്കിലും അടുത്ത ദിവസം തന്നെ ആവുന്നുള്ളൂ. അപ്പോൾ 12-ാം തീയതി ബിൽ ജനറേഷൻ ഡേറ്റ് ആണെങ്കിൽ നമുക്ക് 13-ാം തീയതി ഒരു കാലത്ത് 9 മണി 10 മണി റേഞ്ചിലൊക്കെയാണ് ബിൽ ജനറേറ്റ് ആയിട്ട് കാണിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ 12-ാം തീയതി ആയിരുന്നു, പക്ഷേ ബിൽ ജനറേറ്റ് ആയത് ഇന്നാണ് 13-ാം തീയതിയാണ്. 13-ാം തീയതി കാലത്തൊരു 9 മണിക്ക് കഴിയുമ്പോൾ നമുക്ക് ബിൽ ജനറേഷൻ ആയിട്ടുണ്ട്. നമുക്ക് മെയിലും കാര്യമൊന്നും വന്നിട്ടില്ല, പക്ഷേ നമ്മുടെ ആപ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അത് പേ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ബിൽ ജനറേഷൻ. അത് ഓരോ ബാങ്ക് അനുസരിച്ച് മാറുന്നുണ്ട്. ഇപ്പോൾ 1 കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ 17-ാം തീയതിയാണ് 1 കാർഡിൻ്റെ ബിൽ ജനറേഷൻ ഡേറ്റ് ആണെങ്കിൽ 16-ാം തീയതി രാത്രി മിഡ്നൈറ്റിലൊക്കെ ആയിരിക്കും ബിൽ ജനറേഷൻ ആവുക. അതുപോലെ തന്നെ RBIയുടെ കാര്യം പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ 10-ാം തീയതി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10-ാം തീയതി തന്നെ ബിൽ ജനറേറ്റ് ആവുന്നുണ്ട്. അത് ഓരോ ബാങ്കിനനുസരിച്ച് മാറും. അപ്പോൾ എന്തായാലും ഞാൻ അത് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ആരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് റിപ്ലൈ കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇവിടെ കാണണ്ടായിരിക്കും, നിങ്ങൾക്ക് കൂടെ കാണാം ICICI ബാങ്ക് ഹായ് അജൻ്റെ പേര് എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യണം. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിക്കുക. അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ആമസോൺ ICICI കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളിലേക്ക് പോയിട്ട് നമുക്കത് എടുത്ത് കാണിക്കാം. എന്തായാലും എൻ്റെ വേറെ 3 കാർഡുകളുണ്ട് ICICI കാർഡിൻ്റെ. അപ്പോൾ ഞാൻ നമ്മുടെ ആമസോൺ ICICI കാർഡിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഡീറ്റെയിൽസ് മുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ബ്ലർ ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാണുന്നുണ്ടെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിക്കുന്നത് 2,60,000 ആണ്. അപ്പോൾ അതിൽ ഞാൻ ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അവൈലബിൾ 98 എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലിമിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. ലിമിറ്റ് നമുക്ക് എത്ര മതി എന്ന് വെച്ചാൽ മാനേജ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ അത് കുറച്ച് ഒരു സെക്യൂരിറ്റി പർപ്പസ് പോലെയാണ്. ഫുൾ ലിമിറ്റ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ലിമിറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത് 98,000 വെച്ചിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഞാൻ ബില്ല് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എൻ്റെ ലാസ്റ്റ് ബില്ല് കാണിക്കുന്നുണ്ടോ 6,650 രൂപ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് കാലത്ത് തന്നെ ആമസോണെ കൂടെ അടിച്ചു വിട്ടു. അപ്പോൾ നിങ്ങൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ആമസോൺ പേ ICICI എടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബില്ല് ആമസോൺ പേ കൂടെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150 രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള കൂപ്പൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ ആമസോണെ കൂടെ തന്നെ ബില്ല് പേ ചെയ്യാൻ നോക്കുക. ഒരു 24 ഹവറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് 150 രൂപ ആമസോൺ പേയിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പേ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ക്യാഷ് ബാക്ക് വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ കുറച്ച് മുമ്പ് പേ ചെയ്തിട്ടുള്ളൂ, നമ്മൾ കാലത്ത് തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇമെയിലേക്കൊന്നും വന്നിട്ടില്ല. നമ്മൾ ഒരു ഫിസിക്കൽ ഇമെയിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും വരുമോ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് പറയാം. അപ്പോൾ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണായിരിക്കും.
ഞാൻ ക്രെഡിറ്റ് ലിമിറ്റൊക്കെ കുറച്ച് വെച്ചാൽ എനിക്ക് ആദ്യത്തെ ബില്ല് വന്ന് 6650 രൂപയായിരുന്നു. ഇത് നമ്മുടെ BSNL ബില്ല് വന്നിട്ട് അതിൻ്റെ ബിഡ് ഡിഫണ്ട് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അത് 6650 രൂപ ബില്ല് വന്നത്. അപ്പോൾ ഞാൻ ആമസോണിൽ കൂടെയാണ് ബില്ല് അടച്ചത്. ആമസോണിൽ കൂടെ ബില്ല് അടയ്ക്കാൻ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ആമസോൺ ഓപ്പൺ ചെയ്യുക. ആമസോൺ ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ ആപ്പ് അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ചെയ്യാത്തവർ ചെയ്ത് നോക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് ആമസോൺ പേ കാണാം. ആമസോൺ പേയുടെ ഉള്ളിൽ കയറുക. ആമസോൺ പേയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് ക്രെഡിറ്റ് കാർഡ് ബില്ല് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ഓൾറെഡി മുമ്പ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കാണിക്കും. ആമസോണിൻ്റെ ഓൾറെഡി ഇൻബിൽഡായിട്ട് തന്നെ കാണിക്കും. അപ്പോൾ എൻ്റെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ കാണിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ RBLൻ്റെ കാണിക്കുന്നുണ്ട്, HDFCയുടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ RBLൻ്റെ കാണിക്കുന്നുണ്ട്, വേറെ RBLൻ്റെ കാണിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി പേ ചെയ്തതെന്ന് കാണിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇതാണ് നമ്മുടെ 2 ICICI കാണിക്കുന്നുണ്ട്. ഞാനപ്പോൾ 2 കാർഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിംഗ് ചെയ്തപ്പോൾ ആഡ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ICICIയുടെ ആമസോൺ ICICI കാർഡ് ഓൾറെഡി ഇൻബിൽഡ് നമുക്ക് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇൻബിൽഡായിട്ട് ഇതിൽ വരും. അപ്പോൾ അതാണിത്. എൻ്റെ 802 ആണ് നമ്മുടെ ആമസോണിൻ്റെ കാർഡ്. അപ്പോൾ അതിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട് ബിൽ പേയ്മെൻറ്റ് ഓഫ് ₹6,680 സക്സസ്ഫുൾ ഓൺ 30. ഞാൻ തന്നെ ചെയ്താണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ 13 തന്നെ കാണിച്ചിട്ട് കണ്ടു. അപ്പോൾ ഈ 630 എന്നാണ്. അപ്പോൾ ഇത് അപ്പോൾ തന്നെ സംഭവം കയറിയിട്ട് നിങ്ങൾ iMobile ആപ്പിൽ കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 24 hour ഒക്കെ എടുക്കാം ഇത് ആവാൻ. അപ്പോൾ നിങ്ങൾ ആമസോണിൽ കൂടെ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ കയറുന്നുണ്ട്. അപ്പോൾ ആമസോൺ ICICI കാർഡ് കൂടെ തന്നെയാണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫസ്റ്റ് വീലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കൂപ്പൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആമസോൺ പേ കാർഡ് അപ്രൂവ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എൻ്റെ കൂടെ കുറേ കൂപ്പൺസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂപ്പൺ ഉണ്ടായിരിക്കും. അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയത്തിൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.